സരസമ്മൂമ്മ. അ അ അമ്മൂമ്മ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. കുട്ടിപ്പാട്ടുകൾ പാടാനും കുട്ടിക്കഥകൾ ചൊല്ലാനും നമുക്കുണ്ടേ നമുക്കുണ്ടേ സുന്ദരി അമ്മൂമ്മ, നമ്മുടെ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. സരസമ്മൂമ്മ. കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. കൂട്ടുകാരെല്ലാം പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് ഓണം ആഘോഷിക്കാൻ തയ്യാറായിരിക്കുകയല്ലേ? നമുക്ക് പിങ്കി ചേച്ചിയെ കൂടി വിളിക്കാം. പിങ്കി ചേച്ചിയെ. ഞാനെത്തി. പിങ്കി ചേച്ചി, ഓണാശംസകൾ. സന്തോഷം. സരസമ്മയ്ക്കും വിജയമ്മയ്ക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും പിങ്കി ചേച്ചിയുടെ ഓണാശംസകൾ. പിങ്കി ചേച്ചിക്ക് അറിയാമോ ഓണത്തിന്റെ കഥകൾ? ഞാൻ മറന്നുപോയല്ലോ. ഓണത്തിന്റെ കഥ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാവോ? വിജയമ്മയ്ക്ക് അറിയാവോ? എന്താ കഥ? മഹാബലിയുടെ കഥയല്ലേ? അതെ. കൂട്ടുകാർക്ക് അറിയാവോ കഥയെ കുറിച്ച്? ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, അമ്മൂമ്മ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഓർമ്മ വന്നു. മാവേലിപ്പാട്ട് പാടട്ടെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആവത്തങ്ങാർക്കുമൊട്ടില്ലതാനും ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമത്രേ കള്ളപ്പാറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല നല്ല മഴ പെയ്യും വേണ്ടും നേരം നല്ല പോലെല്ലാ വിളവും ചേരും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആവത്തങ്ങാർക്കും ഒട്ടില്ലതാനും. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, മഹാബലി ചക്രവർത്തി. ആ രാജാവ് വളരെ ദയാശീലനും ധർമ്മിഷ്ഠനും സ്നേഹമുള്ളതും ആയിരുന്നു. ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു സ്വന്തം പ്രജകളെ അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നത്. അക്കാലത്ത് കള്ളമില്ല, ചതിയില്ല, സമാധാനത്തോടും സന്തോഷത്തോടും ജീവിച്ചു പോന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിജയമ്മയ്ക്ക് അറിയാവോ? രാജാവിന്റെ ഭരണത്തിൽ അസൂയപ്പെട്ട ദേവന്മാർ മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു. വളരെ ശരിയാണ്. അങ്ങനെ മഹാവിഷ്ണു വാമനന്റെ വേഷം ധരിച്ച് തപസ് ചെയ്യാൻ 3 മണ്ണ് വേണമെന്ന് രാജാവിനോട് യാചിച്ചു. ദാനശീലനായ രാജാവ് അളന്നെടുത്തോളാൻ സമ്മതിച്ചു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ? അറിയാം. അപ്പോൾ ചെറിയ മനുഷ്യനായിട്ട് വന്ന വാമനന്റെ രൂപം മാറി. രൂപം വലിയ മനുഷ്യനായിട്ട് മാറി. ചെറുതായി വന്ന വാമനൻ വലുതായി തീർന്നതിന് ശേഷം 2 ചുവട് വെച്ചപ്പോൾ ഭൂമിയും സ്വർഗവും അളന്നു കഴിഞ്ഞു. മൂന്നാമതൊരു ചുവട് മണ്ണിന് വേണ്ടി യാചിച്ചു. ദാനശീലനായ രാജാവ് തല കുനിച്ചു കൊടുത്ത് എൻ്റെ തലയിൽ ചവിട്ടി അത് സ്വീകരിച്ചു കൊള്ളാൻ അറിയിച്ചു. അങ്ങനെ ചക്രവർത്തിയുടെ തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് ഐതിഹ്യം. അപ്പോൾ മാവേലി തമ്പുരാൻ ആവശ്യപ്പെട്ടു, നല്ലവരായ പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന്
കാണാൻ അനുവദിക്കണമെന്ന് മാവേലി തമ്പുരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രജകളെ കാണാൻ മാവേലി തമ്പുരാൻ വരുന്ന ദിവസമാണ് തിരുവോണമായി നാം ആഘോഷിക്കുന്നത്. ആ ദിവസങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി പൂക്കളമിട്ടും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയുക എന്നതാണ് ലക്ഷ്യം. ഇനി പിങ്കി ചേച്ചി പറയുന്ന കഥ നമുക്ക് കേൾക്കാം. എന്താ പിങ്കി ചേച്ചി ഇന്നത്തെ കഥ? ഇന്നത്തെ കഥയാണ് പൊന്മുട്ടയിടുന്ന താറാവ്. കഥ പറഞ്ഞു തുടങ്ങട്ടെ. പിങ്കി ചേച്ചി പറയുന്ന കഥ കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിടത്ത് കോഴി, താറാവ് മുതലായ പക്ഷികളുടെ മുട്ടകൾ വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. വരുമാനം കുറവായിരുന്നതിനാൽ അയാളുടെ കുടുംബവും ദാരിദ്ര്യത്തിലായിരുന്നു. ഒരിക്കൽ ഒരു സന്യാസി ഒരു താറാവിനെ ദാനമായി നൽകിക്കൊണ്ട് അയാളോട് പറഞ്ഞു, നോക്കൂ, പാവപ്പെട്ട കച്ചവടക്കാരാ, ഈ താറാവ് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഇതിനെ നന്നായി വളർത്തുക. കച്ചവടക്കാരൻ താറാവിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി എന്തു നടക്കും എന്ന് കാത്തിരുന്നു. പിറ്റേന്ന് മറ്റെല്ലാ പക്ഷികളുടെയും മുട്ടകൾ ശേഖരിക്കുവാനായി എത്തിയ കച്ചവടക്കാരൻ താറാവിനരികിൽ എത്തിയപ്പോൾ അതിശയിച്ചു പോയി. അതാ ഒരു പൊന്മുട്ട. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ഇതാ ഒരു പൊന്മുട്ട. ഇത് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റും. ദൈവത്തിന് നന്ദി. അങ്ങനെ എല്ലാ ദിവസവും ആ താറാവ് ഓരോ പൊന്മുട്ട ആ കച്ചവടക്കാരന് നൽകിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ടക്കച്ചവടക്കാരൻ വളരെ പണമുള്ള ആളായി തീർന്നു. പക്ഷേ കച്ചവടക്കാരന്റെ ഭാര്യ ഒരു അത്യാഗ്രഹിയായിരുന്നു. ഭാര്യ കച്ചവടക്കാരനോട് പറഞ്ഞു, പിന്നെ ഒരു ദിവസം ഒരു മുട്ട മാത്രം കൊണ്ട് നാം എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് ആ താറാവിന്റെ വയർ കീറിയാൽ നമുക്ക് ഒരുമിച്ച് ധാരാളം മുട്ട ലഭിക്കും. നമുക്ക് പെട്ടെന്ന് വലിയ പണക്കാരാകാം. ഭാര്യ പറയുന്നത് കേട്ട ആ കച്ചവടക്കാരൻ അതുപോലെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഒരുമിച്ച് മുട്ട കിട്ടാനായി ആ താറാവിന്റെ വയർ കീറി നോക്കി. പക്ഷേ അതിശയം തന്നെ, ഒരു മുട്ട പോലും താറാവിന്റെ വയറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കച്ചവടക്കാരനും ഭാര്യയും വളരെ പശ്ചാത്താപത്തോടെ വിഷമിച്ചിരുന്നു. താറാവിന്റെ മുട്ട കിട്ടാതായതോടെ വീണ്ടും അവർ പഴയ പോലെ ദരിദ്രരായിട്ട് മാറി. ഇനി പെങ്കിച്ചേച്ചി പോട്ടെ. പുതിയ കഥയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ. കഥ കൂട്ടുകാരെല്ലാം കേട്ടോ? എല്ലാവർക്കും മനസ്സിലായോ? വിജയമൂമ്മയ്ക്ക് മനസ്സിലായോ കഥയുടെ അർത്ഥം എന്താണെന്ന്? മനസ്സിലായി. ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ദിവസവും ഓരോ സ്വർണ്ണമുട്ട കിട്ടുമായിരുന്നു. പക്ഷെ ആ താറാവിനെ കൊന്നു. അത് തന്നെ, അത്യാഗ്രഹം ദുരിതത്തിലേക്ക് നയിക്കുന്നു. കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടോ? എല്ലാരും ഓണത്തിന് പുതിയ ഉടുപ്പൊക്കെയാണോ ഇട്ടേക്കുന്നേ? സന്തോഷത്തോടും സ്നേഹത്തോടും ഇരിക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. പുതിയ ഒരു കഥയുമായി പിന്നീട് നമുക്ക് കാണാം. നമസ്കാരം. നമസ്കാരം.